ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും ഹൈക്കോടതിക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ കത്ത് 2017 മുതലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ശാലിനി എസ് ചേരുന്നുണ്ട്. ശാലിനി, ദേവസ്വം ബോർഡിന്റെ നിർണായക റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ബി.ജെ.പിയുടെ അടുത്ത നീക്കം? ശാലിനി. അശ്വതി, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശബരിമലയിലെ അടക്കം സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കത്തയച്ചത്. അതായത് കേന്ദ്ര അന്വേഷണം വേണം, കൂടാതെ തന്നെ കഴിഞ്ഞ 30 വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ എല്ലായിടങ്ങളിലും നടന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ CID അന്വേഷിക്കണം, അത് പുറത്തുവിടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള നടപടി ബി.ജെ.പി. സ്വീകരിക്കുന്നതിനിടയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും ഒപ്പം തന്നെ ഹൈക്കോടതിക്കും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഒരു കത്ത് നൽകിയിട്ടുള്ളത്. 2017 മുതലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വേണമെന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അതേപോലെ തന്നെ അണ്ടർ സെക്ഷൻ 32 പ്രകാരം തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരമായിരിക്കണം ഈ രേഖ നൽകേണ്ടത് എന്നുകൂടി ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SIT അന്വേഷണ സംഘത്തിന് മുൻപാകെ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു നിർണായക നടപടി സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2017 മുതൽ എന്ന് പറയുമ്പോൾ 2019 കാലത്താണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ 2 FIR ഇട്ട് അന്വേഷണം നടക്കുന്ന കട്ടിളപ്പാളിയിലെ സ്വർണവും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടത്. ആ സാഹചര്യത്തിൽ 2017 മുതലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ശബരിമലയിലേക്ക് വിജയമല്യ സ്വർണം എത്തിച്ച് സ്വർണ്ണ മേൽക്കൂരയിൽ അടക്കം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അതിനുശേഷം ഓരോ കാണിക്ക ഇനത്തിലും വന്നിട്ടുള്ള സ്വർണത്തിന്റെ രേഖകൾ, കാണിക്ക വിവരങ്ങൾ അടക്കമുള്ള നിർണായകമായിട്ടുള്ള രേഖകളുടെ വിവരങ്ങൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണേണ്ടതാണ്. അങ്ങനെ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ വീഴ്ചകൾ ഉണ്ടാക്കി, ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെടുന്നതിന്റെ ഒക്കെ ഒരു തുടർ നടപടിയുടെ ഭാഗമാണ് ഇപ്പോൾ ഹൈക്കോടതിയോടും ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയോടും ഈ ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ഓഡിറ്റ് റിപ്പോർട്ട് നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും നിർണായകമായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക രേഖ കൂടിയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ഒരു വർഷം മുതലുള്ള 2025 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി ശബരിമലയിൽ എന്തൊക്കെ നടന്നു, ആരുടെയൊക്കെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ നടന്നു, ഏതൊക്കെ കാലത്ത് അവിടെ കാണിക്ക എത്തി എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ ഉണ്ടാകും. ഇതാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നീക്കങ്ങളിലേക്ക് ബി.ജെ.പി. കടക്കുക. എന്തായാലും ഭക്തർക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം എന്നും ബി.ജെ.പി. ഉണ്ടാകുമെന്ന് വിവരാവകാശ നിയമപ്രകാരം ഈ ഓഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമായും ലഭിക്കേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമുണ്ടോ ഓഡിറ്റ് റിപ്പോർട്ട് ലഭിക്കുമോ എന്നുള്ളതിൽ? തീർച്ചയായും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ അത് നൽകേണ്ടതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പല രേഖകളും ഇല്ല എന്ന് സ്ഥിരം പല്ലവി പറയുന്ന ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ വിഷയത്തോട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ നിലവിൽ RTA ആക്ട് പ്രകാരമല്ല ഇത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2017 മുതലുള്ള ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അണ്ടർ സെക്ഷൻ 32 ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ നിയമസാധുത കൊടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറിൽ മാത്രമേ നമുക്കൊരു വ്യക്തത നൽകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ആവശ്യപ്പെട്ടിരിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇനിയിപ്പോൾ നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ ആഭ്യന്തര മന്ത്രാലയത്തിനടക്കം കത്തയച്ച സാഹചര്യത്തിൽ അതിന്റെ ഒരു നിർണായക നടപടിയുടെ ഭാഗമാണ് ഈ 2017 മുതലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഈ ഒരു കത്ത്. ശാലിനി, ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ.